കൂടെ കൂടെ ഇദ്ദേഹം ചോദിക്കും, നിനക്ക് പോയി ചത്തൂടായോടി. നന്നായി ഞങ്ങളെ എല്ലാം കബളിപ്പിച്ചു, അഭിനയിച്ചു. എന്നെ ഭീഷണിയും എന്നെ അടിക്കാനും ഒരുങ്ങുന്നു. ഈ മരണത്തിന് ഞാനാ ഉത്തരവാദി, അതിന് സമാധാനം പറഞ്ഞ് നിന്നെ ഇപ്പം വിടുമെന്നും പറഞ്ഞ്. ഈ പറയപ്പെടുന്ന സഹോദരൻ ഇവരെ സ്വന്തം ആങ്ങളെ ആണോ എന്ന് ഞാനും സംശയിക്കുന്നു. ഭാര്യ ആസിഡ് കുടിച്ചു മരിച്ചു. മരണത്തിന് ഭർത്താവിൻ്റെ ശാരീരിക മാനസിക പീഡനമെന്ന് ബന്ധു പറയുന്നു. അതും മരിച്ച റീനയുടെ സഹോദരൻ പറയുന്നു. യഥാർത്ഥത്തിൽ അതിൽ വല്ല സത്യമുണ്ടോ? ആ സത്യങ്ങൾ തേടുകയാണ് ഞങ്ങൾ. വീട്ടിൽ പിന്നെ വിജിലൻസ് പിടിച്ച് വീട്ടിലായപ്പം ഇതിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനമാണ്. ഇത് കൂടെ കൂടെ ഇദ്ദേഹം ചോദിക്കും, നിനക്ക് പോയി ചത്തൂടായോടി എന്ന്. പിന്നെ വേറെ ഏതോ ഒരു എന്തോ ലീന എന്ന് പറയുന്ന ഏതോ ഒരു സ്ത്രീയുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നും ലീന അഴുക്കാണെന്ന് ഈ മരണപ്പെട്ട റീന പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇയാള് പറയുന്നത്, നിനക്ക് പോയി ചത്തൂടായോ എന്നിങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പിന്നെ വികാരമായിരിക്കും ചിലപ്പം ഇത് എടുത്ത് കുടിക്കാൻ കാര്യം. ഇത് കുടിക്കാൻ ഇതിന് ഒരു കൈക്ക് സ്വാധീനമില്ല. ഒരു വലത് സൈഡ് മൊത്തം പോയതാ. ഇതിന് നടക്കാനും എടുക്കാനും ഒന്നും വയ്യ. ഒരു കൈ തുറക്കാനൊക്കത്തില്ല. ഈ കൈ ഇങ്ങനെ അങ്ങ് കിടക്കത്തേ ഉള്ളൂ. ഇത് ഒരു കൈ കൊണ്ട് എടുത്ത് ഇത് എങ്ങനെ, ഇതിനകത്തൊരു പോർക്കുണ്ട്. ആസിഡിന് രണ്ടടപ്പാണ്, ഈ കന്നാസിന് രണ്ടടപ്പാണുള്ളത്. ആ ഒരടപ്പ് എങ്ങനെയും തുറക്കാം, രണ്ടാമത്തെ അടപ്പ് ഇത് എങ്ങനെ തുറക്കും? ഇതാണ് ഞങ്ങൾക്ക് ബലമായ സംശയം. ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം അവരുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നാദൃശ തന്നെയാണ് നോക്കുന്നത്. A to Z കാര്യങ്ങൾ, അതായത് ഇപ്പോൾ കുളിപ്പിക്കുന്നതും ചോറ് കൊടുക്കുന്നതും ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നതും വൃത്തിയാക്കുന്നതും എല്ലാം അദ്ദേഹം തന്നെയാണ്. അവരുടെ വസ്ത്രങ്ങളെല്ലാം കഴുകുന്നത് പോലും അദ്ദേഹം തന്നെയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഭാര്യയെ ഒരുപക്ഷെ പൊന്നുപോലെ നോക്കിയിരുന്നൊരു ഭർത്താവ് എങ്ങനെ ഒരു മാനസിക പീഡനം ആ വയ്യാതിരിക്കുന്ന സമയത്ത് കൊടുക്കാൻ പറ്റും? അത് നമ്മളൊക്കെ ചെന്ന് കാണുമ്പോഴാണ് നോക്കുന്നത്. ഇത് കൂടുള്ളവരൊക്കെ ചെന്ന് കാണുമ്പം അദ്ദേഹം വന്ന് തടവുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യും. അല്ലാത്തപ്പം ചീത്തവിളിയും പ്രശ്നങ്ങളുമാണ്. നമ്മൾ നേരിട്ട് കാണുമ്പം വളരെ ഇതായിട്ടാണ് നോക്കുന്നത്, നമ്മുടെ കൺമുൻപിൽ. അല്ലാതുള്ള സമയങ്ങളിലാണ് ഇദ്ദേഹം, നമ്മൾ ആരുമില്ലല്ലോ, ആ വീട് ഒരു ജയില് പോലെ കിടക്കുക. നാദൃശ റീന വയ്യാതായ സമയത്ത് ശരിക്കും നന്നായി നോക്കി എന്ന് പറയുന്നത്, നന്നായി അഭിനയിച്ചു എന്ന് പറയാം. നന്നായി ഞങ്ങളെ എല്ലാം കബളിപ്പിച്ചു, അഭിനയിച്ചു. പക്ഷെ നാട്ടുകാര് പറയുന്നതെന്ന് വെച്ചാൽ നാട്ടുകാരെ ആ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ല. ഇദ്ദേഹം 6 മാസം കൊണ്ട് തെളിവുകൾ ശേഖരിക്കുക. ഇപ്പൊ ഞാൻ ഈ ചാനലിൽ വന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയുന്നത്, നാളെ എന്റെ പേര് സാറ് നോക്കിക്കോ, ഇവന് കുറെ റെക്കോർഡും കൊണ്ടുവരും. ഇവൻ ഭയങ്കരമായിട്ട് ഇയാളെ ശേഖരിക്കുമായിരുന്നു, ഞങ്ങളെല്ലാം കബളിപ്പിക്കുകയായിരുന്നു. എന്റെ അണ്ണനെയും കബളിപ്പിക്കുകയായിരുന്നു. എന്റെ അണ്ണന് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങ് കൊണ്ടുപോരുന്നേന്. റീന ഒരിക്കലും മരണത്തെക്കുറിച്ചോ അവക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയാണ്. പക്ഷെ ഇവക്ക് എന്തോ പറയാൻ പറ്റുന്നില്ല, ഇവക്ക് നമ്മളോടൊന്നും തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. പൊന്നുപോലെ നോക്കിയ ഒരു ഭാര്യ ഒടുവിൽ ഒരു കയ്യബദ്ധമോ അല്ലെങ്കിൽ ആ ദുർബല നിമിഷത്തിലുണ്ടായ ചില ചിന്തയുടെ ഭാഗമായി വീട്ടിൽ തന്നെ വെച്ചിരുന്ന ആസിഡ് കുടിച്ച് മരണപ്പെട്ടു. തൊട്ടടുത്ത നിമിഷം സഹോദരൻ പറയുന്നത് ഭർത്താവിൻ്റെ മാനസിക പീഡനമാണ്, ശാരീരിക പീഡനമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതിനോട് സാർ എങ്ങനെ പ്രതികരിക്കുന്നു? അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? സഹോദരന് ചിലപ്പോൾ എന്തും പറയാം. കാര്യം ഈ സഹോദരനല്ല ഈ അസുഖം വന്നതിന് ശേഷം ഇതിനോടൊപ്പം ഇതിൻ്റെ മാനസികാവസ്ഥയും ഇതിനെ ഒരു ഭാര്യയെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നൊരു ഭാര്യ, ആ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ആപത്തൂടെ വരുമ്പോൾ അതിനെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പീഡിപ്പിക്കുന്നയാളൊരു മൃഗമാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ കൃത്യമായിട്ട് നമസ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഞാനായി പറയുന്നത് ദൈവത്തെ സാക്ഷി നിർത്തിയാണ് ഞാൻ പറയുന്നത്. അതങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ്. എൻ്റെ ഭാഗത്തു നിന്നും 1% പോലും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളതിനെ സാക്ഷിയാണ്. നന്നായി ഓടിച്ചാടി നടന്നിരുന്ന ഒരു ലൈഫ് പെട്ടെന്ന് ഇങ്ങനൊരു പക്ഷാഘാതം ഉണ്ടാകുന്നു. അതിൽ നിന്ന് ഒരു റിക്കവർ ചെയ്ത് വരാനെ കൊണ്ടുള്ള സാധ്യത കുറവാണെന്നുള്ള ചിന്ത വല്ലതുമാണോ ഇങ്ങനൊരു അറ്റംപ്റ്റ്? ഇത് സാധ്യത കുറവാണെന്ന് വെച്ചാൽ ഇതിന്റെ ബുദ്ധിപരമായിട്ട് 100% ആയിട്ടില്ലല്ലോ. ഇല്ല. സാധാരണ ചിന്തിക്കുന്ന ഒരു പരുവാവാത്തത് കൊണ്ട് ചിലപ്പം ഇയാളെ ചിലപ്പോൾ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനായിരിക്കും
എന്നെങ്ങാനും ഒരു ചിന്ത വന്നോന്ന് എനിക്കറിയത്തില്ല. അതോ ഇനി സ്വഭാവത്തോടല്ലാതോ. ഒരിക്കലും ഈ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. നിങ്ങൾക്ക് പരിസരവാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, ആരോടോ ചോദിക്കാം. എന്നാൽ ഈ അളിയൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു സ്വന്തം പെങ്ങളെ നന്നായി നോക്കിയ ഒരു ഭർത്താവ് പെട്ടെന്ന് ഒരു മരണത്തെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു സംസാരം, സാറ് ഇവിടെ വിട്ട് മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു, ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട്, അതിൽ മറന്നാണ് അങ്ങനെ ചെയ്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനുള്ള. പുള്ളി എന്തെങ്കിലുമൊക്കെ പറയുകയോ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ചിലപ്പോ അവരുടെ സഹോദരി മരണപ്പെട്ടു എന്നുള്ള ആ ഒരു രീതിയിലാണോ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ അതല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിലെ നിർത്താവൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവര് ഇടയ്ക്കൊന്ന് അവരുടെ വീട്ടിലേക്ക് നിർബന്ധിച്ച്, ഞാൻ എന്നോട് അനുവാദം ഒന്നും ചോദിക്കാതെ ഒരു ദിവസം പെട്ടെന്ന് ഇതിനെ എടുത്ത് നൈറ്റി ഇട്ടുകൊണ്ട് കിടന്ന കുട്ടികളെ ട്യൂഷന് പോയേക്കുന്ന കുട്ടികൾ വരുന്നതിന് അത്രയും നേരം പോലും വെയിറ്റ് ചെയ്യാതെ ഒരു ദിവസം പൊക്കി എടുത്തോണ്ട് പോയി 2-3 മാസം ഞങ്ങളാ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് 4ന്റെ അന്ന്, അത് വ്യക്തമാണ്, 4-ാം ദിവസം ഇവര് ഞങ്ങൾ പോലും ഇല്ലാത്തൊരു സമയത്ത്, ഞാൻ കുട്ടികളോട് ഇല്ലാത്ത സമയത്ത് സന്ധ്യയോടുകൂടി ഈ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോക്കും പോയി. ഞാൻ എത്രയോ മോശക്കാരനായിക്കോട്ടെ, സ്വന്തം സഹോദരിയുടെ മക്കളെ അടുത്തിരിക്കുന്നത്, അവരുടെ ഒന്ന് തൊടാനോ എന്തെങ്കിലും ഒന്ന് പറയാനോ ഈ മരിച്ച എന്റെ ഭാര്യയുടെ സഹോദരന്മാരെ തയ്യാറായിട്ടില്ലെന്നുള്ളതാണ്. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഒരു വാക്കും. അവർക്ക് ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടികളെ, അവനവന്റെ മാതാവ് നഷ്ടപ്പെടുമ്പോഴായിരിക്കും അവനവൻ ആ വേദന, അത് അവരന്ന് മനസ്സിലാക്കും. 15 വയസ്സാണ് മൂത്തവന്, അത്രയും കാലം മാതാവിനോടൊപ്പം ജീവിച്ചുള്ളൂ. ഇളയവന് 13 വയസ്സ്. ഒരു മാതാവിന്റെ എല്ലാ സ്നേഹവും കിട്ടിയിട്ടില്ല. ആ കുട്ടികളെ ഒന്ന് തൊട്ടാ മതിയായിരുന്നു, അതിനു പോലും തയ്യാറായില്ല. അതിലുപരിയായിട്ട് പള്ളി സ്ഥലത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്ത് ഇങ്ങോട്ട് ഒരു ഏതാനും മീറ്ററുകൾ ഇങ്ങോട്ട് മാറുന്നതിന് മുമ്പ് ഇവരുടെ ഒരു ബന്ധു എന്നെ ഒന്ന് കയ്യിലേക്ക് പിടിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് നിർത്തി എന്നെ ഭീഷണിയും എന്നെ അടിക്കാനും ഒരുങ്ങുന്നു. ഈ മരണത്തിന് ഞാനാ ഉത്തരവാദി, അതിന് സമാധാനം പറഞ്ഞ് നിന്നെ ഇപ്പം വിടുമെന്നും പറഞ്ഞ്. ഈ നിങ്ങളുടെ ബാബുജി ഉമ്മ അടിക്കുകയൊക്കെ ചെയ്യും? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ഇങ്ങനെ തിരിഞ്ഞെന്ന് പറ. ഒരിക്കലും ഇല്ലായിരുന്നു. പിന്നെന്താ നിങ്ങളുടെ ഉമ്മയുടെ ചേട്ടൻ ഞങ്ങളെ എന്താ അങ്ങനെ പറഞ്ഞെന്താ? അതറിയത്തില്ല, എന്തുവാ കൃത്യം അറിയത്തില്ല. പണ്ടെപ്പോഴും വഴക്ക്, ഈ സ്ട്രോക്ക് വന്നപ്പോ എന്തോ വഴക്ക് ഉണ്ടായിരുന്നു, അതിന്റെ ബാക്കിയായിട്ടായിരിക്കും. അതായത് അച്ഛനും മറ്റേ കേട്ടോ? അത്തൊന്നും ചെയ്തില്ല, ഇങ്ങോട്ടൊന്ന് വഴക്ക് പറഞ്ഞു. ശരിക്കും അങ്ങനെ ഈ അമ്മയുടെ സഹോദരൻ അങ്ങനെ പറഞ്ഞതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അങ്ങനെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വീട്ടിൽ നടന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും നടന്നിട്ടില്ല. ഇല്ല. ഈ അച്ഛൻ അമ്മയെ എങ്ങനെയാ നോക്കിയിരുന്നേ? നല്ലപോലെ നോക്കി, എല്ലാം നോക്കുമായിരുന്നു, എല്ലാ ജോലിയും ഓരോ കാര്യങ്ങളും എല്ലാം ചെയ്യുമായിരുന്നു. അച്ഛൻ തന്നെ ചെയ്യുമായിരുന്നു. ഡയറി എഴുതുമെന്ന് അവര് പറഞ്ഞായിരുന്നു. പക്ഷെ വലത്തെ കൈ വയ്യാത്ത ഒരാള് ഡയറി എഴുതാൻ സാധ്യതയില്ല. വലത്തെ കൈ കൊണ്ടാ എഴുതുന്ന, റൈറ്റ് ഹാൻഡറാ. അതുകൊണ്ട് ഡയറി എഴുതുമെന്ന് പറയുന്നത് സത്യമൊന്നുമില്ല. അപ്പൊ ശരിക്കും ഈ മാമിച്ചു പറയുന്നത് മൊത്തം പച്ചക്കള്ളമാണെന്ന് പറയുന്നത്? അതൊരു വാസ്തവമില്ല. ഇല്ല, ഡയറി ഒന്നും എഴുതാറില്ല. ഈ വീട്ടിൽ എപ്പോഴെങ്കിലും ഈ അടിയുടെയോ വഴക്കുണ്ടാവുന്നതിന്റെയോ എന്തെങ്കിലും ശബ്ദമോ? ഒരു സൂചനയില്ല. ആ തൊട്ടുമുറ്റത്തുള്ള വീടാ. എപ്പോഴും ഞാൻ സഹകരിക്കുന്നതാ, എപ്പോഴും അതിനെ കാണും. 5 മാസം കൊണ്ട് സുഖമില്ലാതിരുന്നു. ഈ സമയത്ത് സാറിനകത്തിട്ട് ഭാര്യയെ ഉപദ്രവിക്കുക? ഒരു ഉപദ്രവവും ഇവിടെ ഉണ്ടായിട്ടില്ല. ദോഷം ഒന്നും പറയരുത്. ആ ജനലിൽ നിന്നാ ഞങ്ങൾക്ക് കാണാം. അവള് നടക്കാൻ ഇറങ്ങും. അപ്പോഴത്തേക്ക് വൈകിട്ട് നമസ്കരിക്കാൻ പോയ സമയം, ഫിസിയോതെറാപ്പിയും കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ് വന്ന് ചോറും കൊടുത്ത് ഉറങ്ങി. ഫിസിയോതെറാപ്പിയും കഴിഞ്ഞ് വന്ന് ചായയും ഇട്ട് കൊടുത്തിട്ടാ ഇങ്ങോട്ട് പോയത്. സാർ അങ്ങോട്ട് പോയ നേരത്തിന്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ മോളും മേളിൽ നിന്ന് നിസ്കരിക്കാനായിട്ട് ഇതാക്കാൻ പോയപ്പോഴത്തേക്ക് ഞാനും കണ്ട്. പക്ഷെ ഞാൻ അന്നേരം അത് അങ്ങോട്ട് വിളിച്ചിരുന്നെങ്കിൽ അത് അങ്ങോട്ട് വന്നേനെ. നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ നല്ലതുപോലെ. ഇപ്പം നല്ല ഇതായിട്ട് വന്നത്. അപ്പൊ ശരിക്കും ഇക്ക വന്ന് കാണുമ്പോ ഈ വാസിട്ട് കുടിച്ച് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഞാൻ എന്റെ മുറ്റത്ത് നിൽക്കുകയെ തന്നെയാണ് ഈ പറയപ്പെടുന്ന കുട്ടിയുടെ ഭർത്താവ് വെളിയിൽ ഇറങ്ങിപ്പോയത്. അത് കഴിഞ്ഞ് 5 മിനിറ്റ് വന്നപ്പോ ഇവിടുത്തെ മൂത്ത മോനുണ്ട് തോന്നിക്കുന്നത്, ഇങ്ങോട്ട് വിളിച്ചാൽ അറിയാം. ഇവിടെ ആ സെറ്റ് ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എപ്പോഴും ഇവർക്ക് കുടിക്കാൻ വച്ചേക്കുന്നതല്ല, അത് ഇവിടെ ഷീറ്റ് ഉറ ചെയ്യുന്നതാ. അപ്പൊ പിള്ളേർ ഇവിടെ ഓടി വന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുത്ത് കുറച്ച് കുടിച്ചു. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ വണ്ടി എടുക്കാൻ ഇവിടെ ആരുമില്ല. അല്ലാതെ ഇവിടെ അടിയോ പിടിയോ ഉണ്ടെന്ന് അവർ പറയുന്നെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും ആസൂത്രണം ആണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ.
ഈ വീട്ടിൽ ഇന്നുവരെ ഒരു അടി നടന്നതായിട്ട് നമുക്ക് ഒരു അറിവില്ല. ഈ പറയപ്പെടുന്ന സഹോദരൻ ഇവരെ സ്വന്തം ആങ്ങളെ ആണോ എന്ന് ഞാനും സംശയിക്കുന്നു. കാരണം അത്രയധികം ബുദ്ധിമുട്ട് ഇവിടെ അവർ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ട് ഈ ഭാര്യയെ കൊണ്ട് അവർ ശുശ്രൂഷയിലും ചികിത്സയിലും എത്രയോ നാളുകളായിട്ട് പുള്ളിക്കാരൻ ജോലിക്ക് പോലും പോവാതെ ഇവിടെ നിന്നതിന് വേണ്ടി എല്ലാ സംരക്ഷണവും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അവർ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി അവരെ വിളിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്തോ കാര്യമൊന്നും. അല്ലാതെ ഈ തൊട്ടടുത്തിരിക്കുന്ന ഇവിടുന്ന് എത്ര മീറ്റർ ഉണ്ട് എൻ്റെ വീട്, അല്ലെങ്കിൽ ഈ വീട്, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്, ഈ ഏതെങ്കിലും വ്യത്യാസം, ഒരു മതിലിന്റെ വ്യത്യാസമല്ലേ ഉള്ളു. അപ്പൊ ഏതെങ്കിലും ഒരു വീട്ടുകാർ പറയണ്ടേ ഇവിടെ എന്തെങ്കിലും സംഭവം നടന്നത്? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാൻ പറ്റൂലല്ലേ. അയലോക്കാവുമ്പോ ശത്രുക്കളും മിത്രങ്ങളും സ്വാഭാവികം. അപ്പൊ ഏതെങ്കിലും ശത്രുവെങ്കിലും പറയണ്ടേ? പറയണമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആരെങ്കിലും കൊണ്ട് അവർ പറയിക്കട്ടെ എന്ന്.